ബൂട്ടഴിച്ചു വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച സാക്ഷി മാലിക്. മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പരാതി നൽകുകയും അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുകയും ചെയ്തിരുന്ന ഗുസ്തി താരങ്ങളിൽ ഒരാളായ സാക്ഷി മാലിക്. ഇന്ത്യയുടെ അഭിമാനമായ സാക്ഷി മാലിക് നീതി തേടി സഹകായിക താരങ്ങൾക്കൊപ്പം റോഡിൽ രാപ്പകൽ കിടന്ന് സമരം ചെയ്ത സാക്ഷി മാലിക്. കായിക താരങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഖേൽ രത്ന നൽകി രാജ്യം ആദരിച്ചവരാണ് സാക്ഷിയും വിനേഷ് ഫോഗട്ടുമൊക്കെ. 2018 കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും വിനേഷ് സ്വർണം നേടി. ഇതോടെ 2 മത്സരങ്ങളിലും മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ ഗുസ്തി താരമായി വിനേഷ്. ഒളിമ്പിക്സിൽ വനിതാ ഗുസ്തി വിഭാഗത്തിൽ ഒരു മെഡൽ രാജ്യത്തിന് സമ്മാനിച്ചത് സാക്ഷി മാലിക്. 2016 റിയോ ഒളിമ്പിക്സിൽ സാക്ഷി രാജ്യത്തിനു വേണ്ടി വെങ്കല മെഡൽ സമ്മാനിച്ചു. ആ സാക്ഷി മാലിക്കാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ബൂട്ടഴിച്ച് തന്റെ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11 മാസത്തിന് ശേഷം നടന്ന ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷന്റെ അനുയായി വീണ്ടും ജയിച്ചതോടെയാണ് സാക്ഷിയുടെ രാജി. 40 ദിവസം ബ്രിജ്ഭൂഷണെതിരായി സമരം ചെയ്തിട്ടും നീതി ലഭിച്ചിട്ടില്ല. ടാറിട്ട റോഡിൽ തുണി വിരിച്ച് സാക്ഷി അടക്കമുള്ളവർ സമരമിരുന്നത് 40 ദിവസമാണ്. നീതിക്ക് വേണ്ടി ഗംഗയിൽ മെഡൽ ഒഴുക്കാൻ പോയ താരങ്ങളെ പിന്തിരിപ്പിച്ചത് കർഷകരായിരുന്നു. എന്നാൽ എല്ലാ പ്രതിഷേധ സമരങ്ങൾക്കും ഒടുവിൽ കേന്ദ്രം അവരുടെ തനി സ്വരൂപം പുറത്തെടുത്തു. കേന്ദ്ര കായിക മന്ത്രി നൽകിയ വാക്കുകൾ വെള്ളത്തിൽ വരച്ച വര പോലെയായി. ആർക്കെതിരെ സമരം ചെയ്തോ ആരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടോ അയാളിലേക്ക് തന്നെ അധികാരം വീണ്ടും എത്തുന്നു. മാസങ്ങൾക്ക് ശേഷം നടന്ന ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ അനുയായി തന്നെ ജയിച്ചു കയറി. ലൈംഗിക പരാതി ഉയർത്തിയ വനിതാ താരങ്ങളുടെ പിന്തുണയോടെ മത്സരിച്ച മുൻ ചാമ്പ്യൻ അനിത ഷെറോൺ തോറ്റു. ബ്രിജ്ഭൂഷണിന്റെ അനുയായി സന്തത സഹചാരി പുതിയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ സഞ്ജയ് സിംഗ്. ഉത്തർപ്രദേശ് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരുന്നു ഇപ്പോൾ ദേശീയ ഫെഡറേഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജയ് സിംഗ്. സഞ്ജയ് സിംഗ് മത്സരിച്ച അന്തർദേശീയ മത്സരങ്ങളുടെ പേരുകളോ നേടിയ മെഡലുകളുടെ വിവരങ്ങളോ ലഭ്യമല്ല. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന രാഷ്ട്രീയ ഭീമന്റെ വലം കൈയാണെന്ന് മാത്രം വ്യക്തം. 11 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പഴയ ഫെഡറേഷന്റെ പ്രതിനിധി തന്നെ ജയിച്ചു എന്നാണ് ബ്രിജ്ഭൂഷൺ ഫലം വന്ന ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. 1991 ആദ്യം MP ആയതു മുതൽ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിച്ച രാഷ്ട്രീയക്കാരനാണ് ബ്രിജ്ഭൂഷൺ. 96 ടാഡ നിയമപ്രകാരം കേസെടുത്തപ്പോൾ ഭാര്യയെ രംഗത്തിറക്കി അധികാരം നിലനിർത്തി. അയോധ്യയ്ക്കും ശ്രാവസ്തിക്കും ഇടയിൽ 50-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്രിജ്ഭൂഷൺ സ്വന്തമായുണ്ട്. വോട്ട് ബാങ്ക് നിലനിർത്താൻ ബ്രിജ്ഭൂഷൺ ഉപയോഗിക്കുന്ന പ്രധാന മാർഗവും ഈ സ്കൂളുകളാണ്. അന്തരിച്ച VHP നേതാവ് അശോക് സിംഘാളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ബ്രിജ്ഭൂഷൺ ബാബറി മസ്ജിദ് കേസിൽ അടക്കം പ്രതിയായിരുന്നു. എല്ലാം കൊണ്ടും BJPക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രാഷ്ട്രീയക്കാരനാണ് അയാൾ. ബ്രിജ്ഭൂഷണെതിരെ കായിക താരങ്ങൾ നടത്തിയ സമരം ലോക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. എവിടെ നിന്നും നീതി ലഭിക്കില്ല എന്നുറപ്പായി. രാജ്യത്തിനു വേണ്ടി പോരാടി ലഭിച്ച മെഡലുകൾ അത്രയും ഗംഗയിൽ ഒഴുക്കാൻ പോയ കായിക താരങ്ങൾ. ഒടുവിൽ കായിക താരങ്ങൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ബ്രിജ്ഭൂഷണെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. പകരം ഇതാ ഇപ്പോൾ അങ്ങേരാവശ്യപ്പെട്ട അയാളുടെ സിൽബന്തിയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. തീർത്തും നീചമായ പ്രവൃത്തി. ആ പ്രവൃത്തിക്കെതിരെയാണ് സാക്ഷി മാലിക്കിനെ പോലുള്ളവർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. സാക്ഷി മാലിക്കിനെ പോലെയുള്ള കായിക താരങ്ങൾ രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രാജ്യത്തിനെ ലോകത്തിന്റെ നെറുകയിൽ അഭിമാനപൂർവ്വം സ്വർണവും വെങ്കലവും വെള്ളിയും ഒക്കെ നേടി അവതരിപ്പിച്ചു. രാജ്യത്തിന് അഭിമാനമാകുന്ന താരങ്ങളായി രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. എന്നാൽ ബ്രിജ്ഭൂഷണെ പോലെയുള്ളവർ രാജ്യത്തിനു വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ അയാൾ ഒരു BJPക്കാരനാണ് എന്നത് മാത്രമാണ് മറുപടി. അതുകൊണ്ട് മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, അതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും തനിക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുന്ന, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ. പരാതി ഉന്നയിച്ചത് രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിനു മുന്നിൽ ഉയർത്തി കാണിച്ച താരങ്ങളായിട്ടും വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ BJP സർക്കാർ കാണിച്ച ജാഗ്രതയാണ് സമരത്തിലുടനീളം വെളിവായത്. നിലവിലെ പുരോഗതികളും അതിനടിവരയിടുന്നു. മാറി മാറി സമിതികളെ നിയോഗിക്കുകയും പ്രശ്നം പരിഹരിക്കുമെന്ന് വാക്ക് നൽകി വഞ്ചിക്കുകയും ചെയ്തിട്ടും കായിക താരങ്ങൾക്കൊപ്പമാണെന്നാണ് കേന്ദ്രം ആവർത്തിക്കുന്നത്. ബ്രിജ്ഭൂഷണും കൂട്ടരും വാണിരുന്ന ഫെഡറേഷന്റെ പ്രവർത്തനത്തിൽ അടിമുടി പ്രശ്നങ്ങളാണെന്ന് താരങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. വനിതാ താരങ്ങൾ സുരക്ഷിതരായിരുന്നില്ല. സെലക്ഷൻ ക്യാമ്പുകൾ ബ്രിജ്ഭൂഷന്റെ സൗകര്യത്തിനനുസരിച്ച് നിശ്ചയിക്കുന്നു. ഗുസ്തി താരങ്ങൾക്ക് ലഭിക്കേണ്ട
കിട്ടേണ്ട പണം മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. അന്ന് ഒളിമ്പിക്സ് അസോസിയേഷൻ സമിതി രൂപീകരിച്ച് ഇക്കാര്യം അന്വേഷിക്കുകയും ഫെഡറേഷന്റെ പ്രവർത്തനത്തിൽ സുതാര്യത കുറവുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും വീണ്ടും വീണ്ടും ബ്രിജ്ഭൂഷൺ സംരക്ഷിക്കപ്പെടുന്നു. രാജ്യത്തെ വനിതാ താരങ്ങൾ ഇനിയും പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമെന്നതിന്റെ സൂചനയാണ് സഞ്ജയ് സിംഗിന്റെ ജയമെന്ന് സാക്ഷി പറയുന്നു. ചോരയും നീരും ശരീരത്തിൽ ഉറച്ചതാക്കി രാജ്യത്തിനു വേണ്ടി ഗോദയിലിറങ്ങി സ്വർണവും റെക്കോർഡുകളും കൊണ്ട് അഭിമാനമായ സാക്ഷി മാലിക്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൂട്ട് അഴിച്ചുകൊണ്ട് സാക്ഷി കരഞ്ഞ ആ കരച്ചിലുണ്ടല്ലോ, ഏത് ഗംഗയിൽ മുങ്ങിയാലും ഒരു BJPക്കും ഒരു സംഘപരിവാറിനും അതിൽ നിന്നിനി മുക്തി നേടാനാവില്ല. ഇന്ത്യയിലെ കായിക താരങ്ങളോട് ഇന്ത്യയിലെ സർക്കാർ കാണിച്ചത് നീതികേടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു നാണക്കേടാണിത്. നമ്മുടെ രാജ്യത്തെ സിസ്റ്റം നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ കായിക താരങ്ങൾക്കൊപ്പം നിൽക്കാത്തതിനാൽ അവർ സ്വയം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. ലോകത്തിന് മുന്നിൽ ഇനി എന്ത് സമാധാനം പറയും ഇന്ത്യ? പ്രതീക്ഷയുടെ അവസാന തരിമ്പും നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കരിയർ അവസാനിപ്പിക്കുന്ന സാക്ഷി മാലിക്കിന്റെ ചിത്രം ഭാരതത്തിന്റെ നെഞ്ചിൽ എന്നും തീരാ കളങ്കമായി നിൽക്കുമെന്ന് തീർച്ച.